അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ ഇന്ത്യ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ട സമയമായിരിക്കുന്നു. ജമ്മു കശ്മീർ പ്രശ്നത്തിൽ താൻ ഇടപെടാം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ നിലപാട് ആശങ്കാജനകമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ട്രംപ് പാകിസ്ഥാനെയും ഇന്ത്യയും ഒരേ രീതിയിലാണ് കാണുന്നത്. നമ്മൾ ആദ്യം കരുതിയത് പാകിസ്ഥാൻ്റെ ഭീകരതയെക്കുറിച്ച് ഇന്ത്യക്കുള്ള അതേ നിലപാടാണ് ട്രംപിനുള്ളത് എന്നതാണ്. പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങളെ ട്രംപ് എതിർക്കുന്നു എന്നാണ് ഇന്ത്യ കരുതിയത്. എന്നാൽ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ പ്രശംസിക്കുകയാണ്. അതോടൊപ്പം പശ്ചിമേഷ്യയിലെ ജിഹാദി ഗ്രൂപ്പുകളുമായി ഒന്നിച്ചു പോകാനും ട്രംപ് ശ്രമിക്കുന്നു. പതിറ്റാണ്ടുകളായി US നേതാക്കൾ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കാർഗിൽ യുദ്ധസമയത്ത് അത്തരം ചർച്ചകൾ നടന്നിരുന്നു. ബിൽ ക്ലിൻ്റൻ്റെ പോലുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഒരു കേന്ദ്ര ബിന്ദുവാകാതിരിക്കാൻ അവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. തുടർച്ചയായി വന്നിട്ടുള്ള US പ്രസിഡന്റുമാർ ഇന്ത്യയെയും പാകിസ്ഥാനെയും പരാമർശിക്കുമ്പോൾ അതിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു. ട്രംപ് പക്ഷേ ഇവിടുന്നൊക്കെ കൂടുതൽ മുന്നോട്ട് പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും പാകിസ്ഥാനിലെ ഷെഹബാസ് ഷെരീഫിനെക്കുറിച്ചും ഒരേ ശ്വാസത്തിലാണ് ട്രംപ് സംസാരിക്കുന്നത്. ഇവിടെ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ നേതാവാണ്, 3ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. മറ്റൊരാൾ തർക്കത്തിലുള്ള ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സൈനിക ഇൻ്റലിജൻസ് സ്ഥാപനങ്ങളുമായുള്ള അധികാരം പങ്കിടൽ ധാരണപ്രകാരം ഭരണഘടനാപരമായ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെയാകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. യമനിലെ ഹൂതികൾ, അതുപോലെ സിറിയയിലെ അഹമ്മദ് അൽ ഷറ തുടങ്ങിയ പശ്ചിമേഷ്യൻ ഗ്രൂപ്പുകളുമായൊക്കെ ട്രംപ് ധാരണയുണ്ടാക്കുകയാണ്. ജിഹാദിനെ സാധാരണവൽക്കരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ജിഹാദിൻ്റെ ഇത്തരത്തിലുള്ള സാധാരണവൽക്കരണം ഇന്ത്യയെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മേഖലയിലെ മിക്കവാറും എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഒരു പൊതു ശത്രുവുണ്ട്, അത് ഇസ്രയേലാണ്. അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യയും അവർ ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിറിയൻ യമൻ നേതാക്കളുമായുള്ള ഇടപെടലുകളിൽ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലിനെ മാറ്റി നിർത്തി. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും ഇങ്ങനെ ചെയ്യുമോ എന്ന സംശയം ഒരു വശത്ത് ഉയരുകയാണ്. ട്രംപ് ഇസ്ലാമിസ്റ്റുകളെ ആലിംഗനം ചെയ്യുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ തൻ്റെ പര്യടനത്തിനിടെ സിറിയൻ നേതാവ് അൽ ഷാറയെ ട്രംപ് കണ്ടുമുട്ടി. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അൽ ഷാറ അബു മുഹമ്മദ് അൽ ജൊലാനി എന്നറിയപ്പെടുന്ന ഈ നേതാവ് US ഒരു കാലത്ത് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു സംഘടനയുടെ നേതാവാണ്. ഹയാത്ത് തഹരീർ അൽ ഷാമിൻ്റെ നേതാവിനെയാണ് ഇപ്പോൾ ട്രംപ് ആലിംഗനം ചെയ്യുന്നത്. $10 മില്യൺ ഇയാളെ പിടിച്ചു കൊടുക്കുന്നതിന് ഒരു ഘട്ടത്തിൽ പാരിതോഷികമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അത്തരം ഒരു നേതാവിനെ ഇപ്പോൾ ആലിംഗനം ചെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രസക്തമാണ്. സിറിയയിൽ ബഷർ അൽ അസദ് പുറത്താക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അലവൈറ്റുകളെ കൂട്ടത്തോടെ പിടിച്ച് പ്രതികാര കൊലപാതകങ്ങൾക്ക് ഇരയാക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ട്രംപ് ഒന്നും മിണ്ടുന്നില്ല. ഇസ്രായേലിനെ മറികടന്ന് ട്രംപ് യമനിലെ ഹൂതികളുമായി ധാരണയിലേർപ്പെട്ടു. ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തുടരുകയാണ് എന്നത് ട്രംപ് വിസ്മരിച്ചു. അതുപോലെ ട്രംപ് ഇസ്രായേലിനെ മറികടന്ന് ഹമാസുമായി ധാരണയുണ്ടാക്കി. US ബന്ദിയെ മോചിപ്പിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി എന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഔദ്യോഗിക ബന്ധം പുലർത്തുന്നു എന്നത് കുറെ കൂടി ഗൗരവത്തോടെ കാണേണ്ടതാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു നയമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെടുന്നു. അടുത്തിടെ പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി എത്തുന്നത് നമ്മൾ കണ്ടു. പാകിസ്ഥാന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എർദോഗാൻ. തുർക്കി പാകിസ്ഥാനെ സഹോദര ജനതയായി കാണുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലതും ചീത്തയുമായ സമയങ്ങളിൽ അവരോടൊപ്പം നിൽക്കും എന്ന് പ്രതിജ്ഞയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രംപുമായി കൈകോർത്ത സിറിയയുടെ അൽ ഷാറയുടെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ്റെ രക്ഷാധികാരിയായ എർദോഗാനാണ്. ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹൂതികൾ ഒരു വശത്തുണ്ട്, ഹമാസ് മറുവശത്തുണ്ട്. ഇതുപോലുള്ള ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയെ എതിർക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഹമാസിന് ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ട്രംപിനൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം പക്ഷേ ഇപ്പോൾ ബിസിനസ് താൽപ്പര്യങ്ങൾ ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലൊക്കെ അവർ പര്യടനം നടത്തുന്നു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ ധാതു ഇടപാടുകൾ എങ്ങനെ ഗുണകരമാകും എന്ന് ചിന്തിക്കുന്നു.
ഗാസ മുനമ്പ് പിടിച്ചെടുക്കുമ്പോൾ അവിടെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ എങ്ങനെ നടപ്പിലാക്കാം എന്നവർ ആലോചിക്കുന്നു. അപ്പോൾ കുടുംബ ബിസിനസ് ഒരു പ്രധാന കാര്യമായി ട്രംപ് കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ഒരു ആഡംബര വിമാനം സമ്മാനമായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പെഹൽഗാം ആക്രമണത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് പശ്ചിമേഷ്യയിലെ ചലനവുമായി നമ്മൾ ചേർത്ത് കാണണം. പൂർണ്ണതോതിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ചൈനയ്ക്കാണെങ്കിലും പശ്ചിമേഷ്യൻ ചലനത്തെ നമുക്ക് കാണാതിരുന്നുകൂടാ. ഇന്ത്യയും പാകിസ്ഥാനെയും ഹൈഫനേറ്റ് ചെയ്യുന്ന ട്രംപിൻ്റെ രീതി അതുകൊണ്ട് തന്നെ അംഗീകരിക്കാനാകില്ല. കശ്മീർ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടു. പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാനെ പക്ഷേ അപലപിച്ചില്ല. പകരം പാകിസ്ഥാനെ ഇന്ത്യക്ക് തുല്യമായി കണക്കാക്കുന്നു. അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ബരാക് ഒബാമ ഭരണകൂടം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടാണ് ട്രംപിനുള്ളത്. നേരത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലരി ക്ലിൻ്റനുള്ള നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായൊരു നിലപാടാണ് പാകിസ്ഥാനോട് ഇപ്പോൾ ട്രംപിനുള്ളത്. നമ്മുടെ അയൽക്കാരൻ പാമ്പിനെ വളർത്തിയാൽ അത് എന്തെങ്കിലും നമ്മളെ കടിക്കും എന്ന ഒരു ഭീതി നമുക്ക് ഉണ്ടാകാതിരുന്നുകൂടാ. അപ്പോൾ മുൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായി മാറി ട്രംപിൻ്റെ നിലപാട്. പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ ഇസ്ലാം രൂപപ്പെടുന്നുണ്ട്. അത് ഇന്ത്യ വിരുദ്ധ ശക്തികളെ ധൈര്യപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഇന്ത്യയിലെ ഈ പാൻ ഇസ്ലാമിസത്തിൻ്റെ ഉയർച്ചയിലേക്ക് അത് വഴിവെക്കും എന്ന സംശയം ഉയരുകയാണ്. ഒപ്പം അതിനൊരു അടിത്തറ പാകുന്നതിനും ഇത് സഹായിക്കും എന്ന് കരുതുന്നവരുമുണ്ട്. പാൻ ഇസ്ലാമിസ്റ്റ് വികാരം ഉയർന്നു വരുന്നത് കുറേ കൂടി ഗൗരവത്തിൽ കാണണം എന്നാണ് പലരും പറയുന്നത്. ആളുകളെ റാഡിക്കലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇത് തുറന്നിടും. അപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള US-ൻ്റെ ഈ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ നോക്കിക്കാണേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ കനത്ത വില നൽകേണ്ടി വരും.